നമസ്കാരം. കേരളത്തിൽ ഇന്ന് ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താൽ അക്ഷരാർത്ഥത്തിൽ ആ വിഭാഗക്കാരുടെ ശക്തി പ്രകടനം തന്നെ എന്ന് പറയേണ്ടി വരികയാണ്. ഹർത്താൽ ജനജീവിതത്തെ താറുമാറാക്കി, ഗതാഗതം സ്തംഭിച്ചു. അതൊരു കണക്കിന് തെറ്റു പറയാൻ പറ്റില്ല. നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് അതിന് ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകരായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ അതിര് കടന്നു പോയെങ്കിലും മറ്റ് ചില കാര്യങ്ങളിൽ അവർ നടത്തിയ പ്രകടനങ്ങൾ അത് കൃത്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന് അവർക്കിടയിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കുരുതി കൊടുപ്പിനെതിരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണെന്ന് പറയേണ്ടി വരികയാണ്. അതിര് കടന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നത് തടഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീ കുട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ വന്നത് തടഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം ഈ ചില സന്ദർഭങ്ങളിലെല്ലാം സമരത്തിന്റെ ആവേശത്തിലോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരിക്കുന്ന ഒരു പ്രകോപനത്തിന്റെ പേരിൽ ചെയ്യുന്നത് എല്ലാം ശരിയാകണമെന്നില്ല. അവിടെയാണ് സമരങ്ങളുടെ പോസിറ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ ഹർത്താൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കേരളത്തിലെ എൻട്രൻസ് പരീക്ഷകളിൽ ചിലതെന്ന് നടക്കുന്നുണ്ടായിരുന്നു. അത് മാറ്റിവെക്കാത്ത നടപടി അത്യന്തം അപലപനീയമാണ്. കാര്യം ഈ ഹർത്താൽ നേരത്തെ പ്രഖ്യാപിച്ചതാണ്, 10 ദിവസങ്ങൾക്ക് മുന്നേ നോട്ടീസ് കൊടുത്തിരുന്നതാണ്. ഹർത്താലിന് ആഹ്വാനം ചെയ്തവർ ഇന്ന് ഹർത്താൽ നടത്തുമ്പോൾ ആ ഹർത്താലിനെ പരിഗണിക്കാതെ എൻട്രൻസ് എക്സാം നടത്തി കുറേയേറെ കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റാതെ പോയത് അധികൃതരുടെ വീഴ്ചയാണ്. കാര്യം എങ്ങനെയാണ് ഒരു ഹർത്താൽ ഇഫക്റ്റീവ് എന്ന് ആർക്കും അറിയില്ല. കേരളത്തിൽ ഇടതുപക്ഷമോ കോൺഗ്രസോ BJP ഒക്കെ ആഹ്വാനം ചെയ്യുന്ന ഹർത്താലാണെങ്കിൽ മുൻകൂട്ടി അത്തരം പരീക്ഷകളെല്ലാം മാറ്റിവെക്കുന്ന പതിവുണ്ടെങ്കിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിനെ തുടർന്ന് എൻട്രൻസ് പരീക്ഷകൾ മാറ്റിവെക്കാത്തത് അത് ആ ഹർത്താലിനോട് കാണിച്ച ഒരു അവഗണനയാണെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്. ഇതിനു പുറമെ ചിലയിടങ്ങളിൽ പോലീസ് അകാരണമായിട്ടുള്ള ബലപ്രയോഗം നടത്തിയതും ഈ ഹർത്താൽ അനുകൂലികളായിട്ടുള്ളവരെ പ്രകോപിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കാര്യം അവർ നടത്തുന്ന ഹർത്താൽ അല്ലെങ്കിൽ അവർ ആഹ്വാനം ചെയ്ത ഹർത്താലിന് അവർക്ക് പരിമിതികൾ വയ്ക്കുകയും മറ്റു ചിലർക്ക് അത്തരം പരിമിതികളില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ പ്രതികരണങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എൻട്രൻസ് പരീക്ഷ നടക്കുന്നു എന്ന കാരണത്താൽ പോലീസുകാർ കുറച്ച് സമയം ഈ റോഡ് ബ്ലോക്ക് ചെയ്യാൻ അനുവദിച്ചതിന് ശേഷം ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചത് കണിയാപുരം പോലുള്ള പ്രദേശത്ത് മംഗലാപുരം SHO ചെയ്തത് കുറച്ച് അവിവേകമായ പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരികയാണ്. ആ അവിവേകമായ പ്രവർത്തനത്തെ തുടർന്ന് കൂടുതൽ പേർ സംഘടിച്ചെത്തി ദേശീയപാതയിലെ ഗതാഗതം പരിപൂർണമായി സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. വണ്ടി വിട്ടേ പറ്റത്തുള്ളൂ. അതെപ്പോഴൊരു കൊച്ചിന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നീ വണ്ടി വിടണം, നീ കൊണ്ടുപോ വണ്ടി വിട വണ്ടി കേട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണല്ലോ നിയമം. അതല്ലേ നിയമം. നിങ്ങളെ ജനാധിപത്യ ഹർത്താൽ നടത്തി 1 മണിക്കൂർ വണ്ടി കളഞ്ഞു. നിങ്ങളുടെ അറസ്റ്റ് എന്ന് സഹകരിക്കണം, വണ്ടി വേണം, അത്രയുള്ള കാര്യം. മനസ്സിലായില്ലേ? ആ ദൃശ്യമൊക്കെ ഈ പിടിച്ചു വലിച്ച് കയറ്റുന്ന ഇതൊക്കെ ഒഴിവാക്കിയതിനു ശേഷം അവരോട്, അതായത് ഈ സമരക്കാരോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾക്കൊരു നിശ്ചിത സമയം അനുവദിച്ചു തരുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു പരീക്ഷ നടക്കുന്നുണ്ട്, കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം കാണിക്കുന്നതിനപ്പുറം ചില ബലപ്രയോഗങ്ങൾ നടത്താൻ പരിശ്രമിച്ചത് കൂടുതൽ പ്രശ്നങ്ങളെ വഷളാക്കി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പോലീസുകാരെ സംബന്ധിക്കുന്നിടത്തോളം മുകളിൽ നിന്നുള്ള പ്രഷറിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ സമരക്കാരെ ബലമായി അറസ്റ്റ് ചെയ്യാൻ പരിശ്രമിച്ചത്. ആ അറസ്റ്റ് ചെയ്യാൻ പരിശ്രമിച്ചതാണ് കൂടുതൽ പ്രകോപനങ്ങൾക്ക് ഇടയാക്കിയതെന്ന് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതിനുശേഷം സ്ത്രീകളടക്കമുള്ളവർ അവിടേക്ക് സംഘടിച്ചെത്തി മണിക്കൂറുകൾ ഈ പറയുന്ന ദേശീയപാതയിലെ ഗതാഗതം അപ്പാടെ സ്തംഭിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അത് പോലീസ് കാണിക്കേണ്ടിയിരുന്ന കുറച്ച് വിവേകപൂർണമായ പെരുമാറ്റത്തിനപ്പുറമുള്ള ബലപ്രയോഗമാണ് അത്തരം സാഹചര്യം ഒരുക്കിയതെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട്. തിരുവല്ലയിലായിക്കോട്ടെ, തമ്പാനൂരായിക്കോട്ടെ, അടൂരായിക്കോട്ടെ, കണ്ണൂരായിക്കോട്ടെ, ചില പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ ചെയ്യുന്ന ആ ഹർത്താലിന് ഒരു നീതിയുക്തമായിട്ടുള്ള കാര്യമുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി അദ്ദേഹം ജാതി അധിക്ഷേപം നേരിടുകയും
വിടുകയും അല്ലെങ്കിൽ ആ കോളേജിലെ ഒന്നടങ്കം വിദ്യാർത്ഥികൾ റാമും സംഗീത നമ്പ്യാർ എന്ന 2 അധ്യാപകർക്കെതിരെ വളരെ കൃത്യമായി പരാതികൾ ഉന്നയിച്ചിട്ടും അവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ, അറസ്റ്റ് ചെയ്യാത്ത പശ്ചാത്തലത്തിൽ അവരെ വീണ്ടും പോലീസ് ബലം പ്രയോഗിച്ച് പ്രകോപിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള രീതി ആയിരുന്നില്ല എന്ന് പറയേണ്ടി വരികയാണ്. എന്നിരുന്നാലും ചിലയിടങ്ങളിലൊക്കെ ഈ പ്രവർത്തകർ പലതരത്തിലുള്ളവരാണ്. അവർ പ്രകോപനപരമായി ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ ആ സന്ദർഭത്തിൽ ആവേശത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ സമരത്തിന്റെ ന്യായമായിട്ടുള്ള മെറിറ്റ് വശങ്ങളെ ഇല്ലാതാക്കുമെന്നുള്ളതാണ്. ക്യാൻസർ പേഷ്യൻ്റ് ഉൾപ്പെടെയുള്ളവർ അവരുടെ അവസ്ഥ വിശദീകരിച്ചിട്ടും അതിൽ മനുഷ്യത്വപൂർണ്ണമായ ഇടപെടൽ ഉണ്ടാകാതെ വീണ്ടും വീണ്ടും തടഞ്ഞു നിർത്തുകയും തർക്കിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് തീർത്തും ഒഴിവാക്കേണ്ട കാര്യമായിരുന്നു. ചിലയിടങ്ങളിലെ വാഹനങ്ങളിൽ ആശുപത്രിയിൽ പോകണമെന്ന് അറിയിച്ചിട്ടും അത്തരം കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്തത് സമരത്തിന്റെ മെറിറ്റുകളെയും, ഏതൊരു സമരവും അല്ലെങ്കിൽ ഏതൊരു പ്രതിഷേധവും ഹർത്താലും ആയിക്കോട്ടെ അത് കൂടുതൽ ജനകീയമാകുന്നത് ജനങ്ങളിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ കൂടി സഹായിക്കാനുള്ള മനോഭാവം കൂടി കാട്ടുമ്പോഴാണ്. നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന സമരം മറ്റൊരു നഷ്ടപ്പെടലിന് അവസരമുണ്ടാക്കിയാൽ പിന്നീട് ഇതുകൊണ്ട് ഉദ്ദേശിച്ച എല്ലാ ചെയ്തികളും റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഈ പറയുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. 101 പേരെയോളം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഹർത്താലിന് ആഹ്വാനം ചെയ്തവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായും അറിയാൻ കഴിയുന്നുണ്ട്. അതൊക്കെ നിയമപരമായി നടക്കട്ടെ. ഒരു ഹർത്താലൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഹർത്താൽ അത് 100% ന്യായമായിട്ടുള്ള ഹർത്താലാണ്. അവരുടെ കൂട്ടത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ വിദ്യാർത്ഥിക്ക് ഈ ദുരവസ്ഥ ഉണ്ടാകുമ്പോൾ, അടിക്കടി അത്തരം സംഭവങ്ങൾ അവരുടെ വിഭാഗത്തിൽ മാത്രം ഉണ്ടാകുമ്പോൾ, നീതി നിഷേധം ഉണ്ടാകുമ്പോൾ അവർക്കും ഈ നാട്ടിൽ ശബ്ദിക്കാനും പ്രതിഷേധിക്കാനും അവസരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ആരും മറന്നു പോകരുത്. അതിന് ഭരണഘടന അവർക്കും അവസരം നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.